Dear children, ബിസിനസ് സ്റ്റഡീസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ലേബലിംഗ് എന്താണെന്നും ലേബലിംഗിന്റെ ഫങ്ഷൻസ് എന്താണെന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണ് ലേബലിംഗ്? ലേബലിംഗ് എന്ന് പറഞ്ഞാല് നാമപത്രീകരണം അല്ലെങ്കിൽ മേൽവിലാസ ചീട്ട് എന്നൊക്കെയാണ് അതിന്റെ മലയാളം. കാഴ്ചയിൽ ഏറെ എളുപ്പമായതും എന്നാൽ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിൽ ഏറെ പ്രധാനപ്പെട്ടതുമായ ഒരു പ്രവർത്തനമാണ് ലേബലുകൾ രൂപകൽപ്പന ചെയ്ത് പാക്കേജുകളിൽ ഒട്ടിക്കുക എന്നത്. ലേബൽ എന്നത് പ്രാദേശികമായി നിർമ്മിക്കുന്ന ബ്രാൻഡ് ചെയ്യപ്പെടാത്ത പഞ്ചസാര, ഗോതമ്പ്, അരി, ധാന്യങ്ങൾ തുടങ്ങിയവയിൽ കാണുന്ന അവയുടെ വില, ഗുണനിലവാരം തുടങ്ങിയ ലളിതമായ വിവരണങ്ങൾ അടങ്ങിയ ഒരു ചെറിയ കടലാസ് മുതൽ ബ്രാൻഡ് ചെയ്യപ്പെട്ട ഉൽപ്പന്നങ്ങളിൽ കാണപ്പെടുന്ന ഏറെ ഗ്രാഫിക്കുകൾ അടങ്ങിയതും ആകർഷണീയമായതുമായ ചിത്രങ്ങളും മറ്റുമൊക്കെ ആകാം. അപ്പോൾ ഉൽപ്പന്നത്തെ സംബന്ധിച്ച് വിശദമായ വിവരണങ്ങൾ, അവയുടെ ഉള്ളടക്കങ്ങൾ, ഉപയോഗിക്കുന്ന വിധം തുടങ്ങിയ വിവരങ്ങൾ ലേബലുകളിൽ ഉണ്ടായിരിക്കും. ഇനി നമുക്ക് അതിന്റെ മീനിങ് എന്താണെന്ന് നോക്കാം. Labeling refers to the designing and developing the label to be put on the package. പാക്കേജിങ്ങിന് മുകളിൽ പതിക്കാനുള്ള ലേബൽ രൂപകൽപ്പന ചെയ്യുകയും വികസിപ്പിക്കുകയും ചെയ്യുന്ന പ്രവർത്തനത്തിനാണ് ലേബലിംഗ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു ഉൽപ്പന്നം ഉണ്ടാക്കി നമ്മളത് പാക്ക് ചെയ്ത് കഴിഞ്ഞാല് അതിന്റെ മുകളില് മിക്കവാറും എന്ത് കാണും? ലേബൽ ഉണ്ടാവും അല്ലേ? അതൊരു സാധാരണ ലോക്കലിൽ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പഞ്ചസാര, ഗോതമ്പ് അങ്ങനെയൊക്കെയുള്ള ആണെങ്കിൽ അതിനകത്ത് ഇതുപോലെയുള്ള ഒരു ചെറിയൊരു സ്റ്റിക്കർ ആയിരിക്കും കാണുള്ളൂ. ഒത്തിരി വലിയ ഗ്രാഫിക് ഡിസൈൻസ് ഒന്നും കാണില്ല. അപ്പൊ അത്തരം പ്രോഡക്റ്റുകളിൽ ഇതുപോലെ ആയിരിക്കും, ഒരു സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ടാഗ് ആയിരിക്കും അതിൻ്റെ അകത്ത് വരുന്നത്. എന്നാൽ വലിയ വലിയ ബ്രാൻഡഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളിൽ ചിലപ്പോൾ അതൊരു വലിയൊരു സങ്കീർണമായിട്ടുള്ള ഒരു കോംപ്ലക്സ് ഗ്രാഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു ഭയങ്കരമായിട്ടുള്ള ഒരു കലാസൃഷ്ടിയുടെ രൂപത്തിലൊക്കെ ലേബലിംഗ് അവതരിപ്പിക്കാം. It may be attached to the product and carries information about the product and the producer in the form of a tag, sticker, etc. അപ്പൊ ഇത് പ്രോഡക്റ്റിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അതിനകത്ത് എന്ത് കാണും? പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫോർമേഷനും പ്രൊഡ്യൂസറെ കുറിച്ചുള്ള ഇൻഫോർമേഷനും ഒക്കെ അതിൻ്റെ അകത്ത് കാണും. ഇതൊരു ചെറിയ ടാഗോ അല്ലെങ്കിൽ അതിനകത്തുള്ള എന്തെങ്കിലും പതിപ്പിച്ചിരിക്കുന്ന ഒരു സ്റ്റിക്കറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സങ്കീർണമായ കലാസൃഷ്ടിയോ ഒക്കെ ആകാം. ഇനി നെക്സ്റ്റ് നമുക്ക് ലേബലിംഗിന്റെ ഫങ്ഷൻസ് ആണ് പഠിക്കേണ്ടത്. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ പാഠഭാഗത്തേക്ക് ഒന്ന് നോക്കാം. നോക്കിക്കേ, ലേബലിംഗ്. The label may vary from a simple tag attached to the product to complex graphics that are part of the package. ലേബൽ എന്നത് ഒരു പാക്കേജിൽ കാണുന്ന ചെറിയ ടാഗ് മുതൽ വളരെ സങ്കീർണമായ ഗ്രാഫിക്സ് വരെ ഉള്ളതാണ്. Labels are useful in providing detailed information about the product, its contents, method of use, etc. ഉൽപ്പന്നത്തെ സംബന്ധിച്ച വിശദമായ വിവരണങ്ങള്, അവയുടെ ഉള്ളടക്കങ്ങള്, ഉപയോഗിക്കുന്ന വിധം തുടങ്ങിയ വിവരങ്ങൾ ലേബലുകളിൽ ഉണ്ടായിരിക്കും. ഇനി നമുക്ക് പഠിക്കേണ്ടത് വേരിയസ് ഫങ്ഷൻസ് പെർഫോംഡ് ബൈ എ ലേബൽ ആണ്. അതായത് ലേബലുകളുടെ പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ ഇതൊരു ഹെഡിങ് ആയിട്ട് കൊടുക്കുക കേട്ടോ. ഒന്നാമത്തെ പോയിന്റ്, ഡിസ്ക്രൈബ് ദ പ്രോഡക്റ്റ് ആൻഡ് സ്പെസിഫൈ ഇറ്റ്സ് കണ്ടന്റ്. കണ്ടോ, ഡിസ്ക്രൈബ് ദ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ എന്താ? ഉൽപ്പന്നങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ അല്ലെ. ലേബൽസ് ഡിസ്ക്രൈബ് ദി പ്രോഡക്ട്സ് ആൻഡ് സ്പെസിഫൈ ഇറ്റ്സ് കണ്ടന്റ്സ് ആൻഡ് ഇറ്റ് മേ ഗീവ് ഇറ്റ്സ് യൂസേജ്, പ്രിക്കോഷൻസ് ടു ബി ടേക്കൺ, എക്സെട്ര. അപ്പൊ ഒരു ലേബലിന്റെ ഏറ്റവും പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ഉൽപ്പന്നത്തെ കുറിച്ചും അതിന്റെ ഉപയോഗത്തെ കുറിച്ചും ഉപയോഗിക്കുമ്പോൾ എടുക്കേണ്ടുന്ന മുൻകരുതലിനെ കുറിച്ചും വിശദീകരിക്കുക എന്നതാണ്. നമുക്കറിയാം മാഗി നൂഡിൽസിന്റെ ഒക്കെ ലേബലില് അതെങ്ങനെയാണ് പാചകം ചെയ്യുന്നതെന്നൊക്കെയുള്ള അതിൻ്റെ അകത്ത് വിവരിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ പ്രോഡക്റ്റിനെ കുറിച്ചും അതിന്റെ ഉള്ളടക്കങ്ങളും എല്ലാം ഏതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? ലേബലിംഗിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. നോക്കാം, പാഠഭാഗത്തേക്ക് പോകാം. One of the most important functions of label is to describe the product, its usage, cautions in use, etc. and specify its contents. അപ്പോൾ ഒരു
ലേബലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഏതാണ് ഇവിടെ പറയുന്നത്? പ്രോഡക്റ്റിനെ കുറിച്ചുള്ള വിശദീകരണം. അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അത് ഉപയോഗിക്കുമ്പോൾ എടുക്കേണ്ടുന്ന മുൻകരുതലുകൾ എന്തൊക്കെയാണ്, ഇതെല്ലാം ഇതിന്റെ അകത്ത് പറയുന്നുണ്ടാവും. അപ്പൊ ഉൽപ്പന്നങ്ങളെ കുറിച്ചും അവയുടെ ഉൽപ്പന്നങ്ങളും അവയുടെ ഉള്ളടക്കങ്ങളും എല്ലാം ലേബലില് വളരെ കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ടാവും. അപ്പൊ നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന ചില ഉൽപ്പന്നങ്ങളുടെ ലേബലുകളൊന്ന് പരിശോധിച്ച് നോക്കാം. ഉദാഹരണത്തിന് നമുക്കറിയാം, ചൂടുകുരു നിയന്ത്രിക്കുന്ന പൗഡർ. എങ്ങനെയാണ് ആ ഉൽപ്പന്നം ബാക്ടീരിയയുടെ വളർച്ച തടയുന്നത്, എങ്ങനെ ചൂടുകുരുവിൽ നിന്ന് ആശ്വാസം നൽകുന്നു, മുറിവുള്ള പ്രദേശങ്ങളിൽ അവ ഉപയോഗിക്കരുത് എന്നൊക്കെ ആ പൗഡറിന്റെ മുകളിൽ വിവരിച്ചിട്ടുണ്ടാവും അല്ലെ. അതുപോലെ പാക്ക് ചെയ്ത ദോശ, ഇഡലി, നൂഡിൽസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ എങ്ങനെയാണ് പാചകം ചെയ്യേണ്ടത് എന്ന് അതിന്റെ ലേബലിൽ വിവരിച്ചിട്ടുണ്ടാകും. ടൂത്ത് പേസ്റ്റ് ലേബലിലാണെങ്കിൽ പൂർണ്ണമായും കീടാണുക്കളെ നശിപ്പിക്കുന്ന ടൂത്ത് പേസ്റ്റ്, പ്രത്യേക ബ്രാൻഡ് വെളിച്ചെണ്ണ, അതിൽ മൈലാഞ്ചി, നാരങ്ങ, ആംല തുടങ്ങിയവ ഉൾക്കൊണ്ടിരിക്കുന്നതെന്നും അത് മുടിയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നുവെന്നും ഒക്കെ അവകാശപ്പെടുന്ന വിവരങ്ങൾ ഇതിൽ കാണിച്ചിട്ടുണ്ടാകാം. അപ്പൊ ഇത്തരത്തില് ഒരു ഉൽപ്പന്നത്തെ കുറിച്ചുള്ള വിവരണവും അതിന്റെ ഉപയോഗങ്ങളും ഉപയോഗിക്കുന്ന രീതികളും ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എല്ലാം അതിന്റെ ലേബലില് സൂചിപ്പിക്കാം. ഇനി രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഐഡന്റിഫിക്കേഷൻ ഓഫ് പ്രോഡക്റ്റ് ഓർ ബ്രാൻഡ്. അതായത് ഉൽപ്പന്നത്തെയോ ബ്രാൻഡിനെയോ തിരിച്ചറിയുക. ലേബൽസ് ആർ ഹെൽപ്ഫുൾ ടു ഐഡന്റിഫൈ ദ പ്രോഡക്റ്റ് ആൻഡ് ഇറ്റ്സ് ബ്രാൻഡ്. ലേബല് ഉൽപ്പന്നത്തെയും അല്ലെങ്കിൽ അത് ഏത് ബ്രാൻഡിന്റെ ആണെന്ന് നമുക്ക് എളുപ്പത്തിൽ തിരിച്ചറിയുന്നതിന് സഹായിക്കുന്നു. അത് ലേബലിംഗിന്റെ മറ്റൊരു പ്രധാന ഫംഗ്ഷൻ ആണ്. ഉദാഹരണത്തിനായിട്ട് ബിങ്കോ അല്ലെങ്കിൽ ലേസിന്റെ ഒക്കെ പൊട്ടറ്റോ പാക്കറ്റ് ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ അകത്തെ ആ ലേബലിംഗ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് എന്താണെന്നുള്ളത്. അപ്പൊ അതുപോലെ മറ്റുള്ള ഉൽപ്പന്നങ്ങളിൽ നിന്ന് ഇവയെ തിരിച്ചറിയാനും ഒക്കെ നമുക്ക് സഹായിക്കുന്നു. അപ്പൊ ഇത് നിർമ്മാതാവിന്റെ വിവരങ്ങള്, പേര്, വിലാസം, തൂക്കം, MRP മാക്സിമം റീറ്റെയിൽ പ്രൈസ്, ഇതെല്ലാം ഇതിന്റെ അകത്ത് പറയുന്നുണ്ടാവും. അപ്പൊ ലേബലിംഗ് എന്തിനു സഹായിക്കുന്നു? ഐഡന്റിഫിക്കേഷൻ ഓഫ് പ്രോഡക്റ്റ് ഓർ ബ്രാൻഡ്. നോക്കാം, ഐഡന്റിഫിക്കേഷൻ ഓഫ് ദി പ്രോഡക്റ്റ് ഓർ ബ്രാൻഡ്. The other important function performed by label is to help in identifying the product or brand. ലേബലിംഗിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? പ്രോഡക്റ്റിനെയും ബ്രാൻഡിനെയും തിരിച്ചറിയുക എന്നുള്ളതാണ്. Other common identification information provided by the labels include name and address of the manufacturer, net weight when packed, manufacturing date, maximum retail price and batch number, etc. അപ്പൊ ഇതിൽ നിന്നും കിട്ടുന്ന മറ്റു വിവരങ്ങൾ എന്ന് പറയുന്നത്, അതായത് ഉൽപാദകരുടെ പേര്, മേൽവിലാസം, പാക്ക് ചെയ്യുമ്പോഴുള്ള തൂക്കം, ഉൽപാദിപ്പിച്ച തീയതി, MRP അതിന്റെ പരമാവധി വിൽപ്പന വില, അതിന്റെ ബാച്ച് നമ്പർ, ഇവയൊക്കെ ലേബലിൽ പ്രിന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ ഉൽപ്പന്നത്തെ കുറിച്ചോ ബ്രാൻഡിനെയൊക്കെ നമുക്ക് തിരിച്ചറിയാനായിട്ട് ലേബലിംഗ് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി അടുത്തൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഗ്രേഡിംഗ് ഓഫ് പ്രോഡക്ട്സ് ആണ്. എന്താണ് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാല്? ഉൽപ്പന്നങ്ങള് നിലവാരവൽക്കരിക്കൽ അല്ലെങ്കിൽ ഗ്രേഡ് ചെയ്യല്. ഇപ്പൊ നമ്മൾ മുമ്പത്തേൽ പറഞ്ഞാണ് മാനുഫാക്ചററെ ഐഡന്റിഫൈ ചെയ്യുന്നു പറയുന്നതാണ്. ഇറ്റ് ഓൾസോ ഗീവ്സ് ഇൻഫോർമേഷൻ അബൌട്ട് ദി നെയിം ആൻഡ് അഡ്രസ് ഓഫ് മാനുഫാക്ചറർ, നെറ്റ് വെയിറ്റ്, MRP. ഇത് ടെക്സ്റ്റിനകത്ത് 2 പോയിന്റ് ഒരുമിച്ച് ചേർത്താണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ സ്ലൈഡിൽ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് നോക്കാം. ഗ്രേഡിംഗ്. ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലേബലിംഗ് ഫെസിലിറ്റേറ്റ്സ് ഗ്രേഡിംഗ് ഓഫ് പ്രോഡക്ട്സ്. ലേബലിംഗ് എന്തിനു സഹായിക്കുന്നു? ഗ്രേഡിങ്ങിന് സഹായിക്കുന്നു. ഉണ്ടോ? ഇങ്ങനെ ഗ്രീൻ ലേബൽസ് ഫോർ ഫസ്റ്റ് ക്വാളിറ്റി, യെല്ലോ ഫോർ സെക്കൻഡ് ക്വാളിറ്റി ആൻഡ് റെഡ് ഫോർ തേർഡ് ക്വാളിറ്റി. ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? ഗ്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഉൽപ്പന്നത്തെ പലതായി തരംതിരിക്കാൻ ലേബല് സഹായിക്കുന്നുണ്ട്. പ്രശസ്തമായ ബ്രാൻഡുകൾ നമുക്കറിയാം, തലമുടിയിലെ ആരോഗ്യത്തിനായിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഓരോ തരം മുടിക്കും ഓരോ തരത്തിലുള്ളവയാണെന്ന് നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതായത് സാധാരണ മുടിക്ക് വേണ്ടിയിട്ട് ഒരു തരം എണ്ണ, വരണ്ട മുടിക്ക് വേണ്ടിയിട്ട് മറ്റൊന്ന്, എണ്ണമയമുള്ള മുടിക്ക് വേണ്ടിയിട്ട് മറ്റൊന്ന്, ഇങ്ങനെ ഓരോ ഷാമ്പു ആണെങ്കിൽ ഇതൊക്കെ ഓരോരുത്തർക്ക് പ്രത്യേകമായിട്ട് ഗ്രേഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഗ്രേഡിങ് സാധ്യമാക്കുന്നത് ഏത് വഴിയാണ്? ലേബലിംഗ് വഴിയാണ്. അപ്പൊ ഉൽപ്പന്നങ്ങള് നിലവാരവൽക്കരിക്കാനായിട്ട് അല്ലെങ്കിൽ ഗ്രേഡ് ചെയ്യാനായിട്ട് ലേബലിംഗ് വളരെയധികം സഹായിക്കുന്നുണ്ടെന്ന് പറയാം. നോക്കാം, അനദർ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ പെർഫോംഡ് ബൈ ലേബൽസ് ഈസ് to help grading the products into different categories.
ലേബലിംഗിന്റെ മറ്റൊരു പ്രധാന ധർമ്മം എന്ന് പറയുന്നത് ഉൽപ്പന്നങ്ങളെ വിവിധ തരങ്ങളാക്കി ഗ്രേഡ് ചെയ്യാൻ സഹായിക്കുന്നു എന്നതാണ്. വിപണനക്കാർ ഉൽപ്പന്നങ്ങളുടെ സവിശേഷതകൾ അല്ലെങ്കിൽ ഗുണനിലവാരം എന്നതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ തരംതിരിക്കാറുണ്ട്. Sometimes marketers assign different grades to indicate different features or quality of the products. ഇനി അടുത്തൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് helps in promotion of product. ഇപ്പൊ എന്തിനു സഹായിക്കുന്നു? ഉൽപ്പന്നത്തിന്റെ വിൽപ്പന വർധനയ്ക്ക്, സെയിൽസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിന് സഹായിക്കുന്നു. A well designed label will catch the attention of consumers. അപ്പൊ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത ഒരു ലേബൽ എന്ന് പറയുന്നത് ഉപഭോക്താക്കളുടെ ശ്രദ്ധ വളരെ പെട്ടെന്ന് പിടിച്ചു പറ്റുന്നതിന് സഹായിക്കുന്നു. എക്സാമ്പിൾ, ഫ്രീ ടൂത്ത് ബ്രഷ് ഇൻസൈഡ്, സേവ് ₹10, ഫ്രീ മൊബൈൽ റീചാർജ് ₹50 എക്സെട്ര. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആ പാക്കേജിങ്ങിന്റെ മുകളിൽ ലേബലിംഗിൽ കൊടുത്തിട്ടുണ്ട് എങ്കിൽ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധ ക്യാച്ച് ചെയ്യില്ല. നമ്മളൊരു പേസ്റ്റ് എടുക്കാനാണ് പോയത്, പക്ഷെ ഇങ്ങനെ ഫ്രീ ടൂത്ത് ബ്രഷ് ഇൻസൈഡ് എന്നൊക്കെ കാണുമ്പോഴത്തേക്കിനും അത് പെട്ടെന്ന് കസ്റ്റമറെ അട്രാക്ട് ചെയ്യും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ലേബലിംഗ് എന്തിനു സഹായിക്കുന്നുണ്ടെന്ന് പറയാം? പ്രോഡക്റ്റിന്റെ പ്രൊമോഷന് സഹായിക്കുന്നുണ്ടെന്ന് പറയാം. നോക്കാം. An important function of label is to aid in promotion of the products. A carefully designed label can attract attention and give reason to purchase. ഇപ്പൊ ലേബലുകള് ഉൽപ്പന്നങ്ങളുടെ സെയിൽസ് പ്രൊമോഷൻ അല്ലെങ്കിൽ വിൽപ്പന വർധനയ്ക്ക് ഏറെ സഹായിക്കുന്നുണ്ട്. ഏറെ ശ്രദ്ധാപൂർവം രൂപകൽപ്പന ചെയ്ത ഒരു ലേബൽ ഉപഭോക്താക്കളെ ആകർഷിക്കുകയും വാങ്ങാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. Labels play important role in sales promotional schemes launched by companies. അപ്പോൾ ഇത്തരത്തില് ലേബൽ എന്ന് പറയുന്നത് ഈ കമ്പനീസ് ഒക്കെ ലോഞ്ച് ചെയ്യുന്ന സെയിൽസ് പ്രൊമോഷൻ സ്കീമുകളിൽ അതിന് ഈ ലേബലിങ്ങിന് വലിയ പങ്കുണ്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമുക്കറിയാം സെയിൽസ് പ്രൊമോഷന്റെ സന്ദേശങ്ങൾ നൽകുന്ന നിരവധി ലേബലുകൾ നമ്മൾ ദിവസം കാണുന്നതാണ് അല്ലെ. ഇപ്പം പ്രമുഖ ടൂത്ത് പേസ്റ്റ് നിർമ്മാതാക്കളെല്ലാം ലേബലിൽ എന്ത് ചെയ്യും? സൂര്യപ്രകാശം പോലെ തിളങ്ങുന്ന പല്ലുകളുമായി ചിരിക്കുന്ന മോഡലുകളെ ലേബലിൽ ഉൾക്കൊള്ളിപ്പിക്കാറുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മളും എന്ത് ചെയ്യും? അത് ഓടിപ്പോയി എടുക്കും അല്ലെ. അപ്പൊ ഇത്തരത്തില് അതുപോലെ തന്നെ പല ബിസ്ക്കറ്റ് പാക്കറ്റിന്റെ ലേബലുകളിലും 15% എക്സ്ട്രാ ഉണ്ട്. അതുപോലെ തന്നെ മുമ്പേ പറഞ്ഞില്ലേ, ടൂത്ത് പേസ്റ്റിന്റെ കവറിൽ ടൂത്ത് ബ്രഷ് സൗജന്യം, ഇങ്ങനെയൊക്കെ ഉള്ളത് കാണുമ്പോൾ തീർച്ചയായിട്ടും വേണ്ടാന്ന് വിചാരിച്ചാൽ പോലും ഓടിപ്പോയി ആ ഉൽപ്പന്നം എടുക്കാൻ സാധ്യതയുണ്ട് അല്ലെ. ഇനി അടുത്ത ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് നോക്കാം. പ്രൊവൈഡിങ് ഇൻഫോർമേഷൻ റിക്വയർഡ് ബൈ ലോ. എന്താണ് അതിന്റെ അർത്ഥം? നിയമപരമായി നൽകേണ്ട വിവരങ്ങൾ നൽകാനായിട്ട് സഹായിക്കുന്നു. Labels can be used to provide statutory information to the customers. അതായത് കസ്റ്റമേഴ്സിന് നിയമപരമായിട്ടുള്ള മുന്നറിയിപ്പുകളൊക്കെ നൽകുന്നതിനും ഏതുകൊണ്ട് ഉപയോഗിക്കുന്നു? ഈ ലേബലിംഗ് ഉപയോഗിക്കുന്നു. അതിന് വേണ്ടിയിട്ട് നമുക്ക് ലേബലിംഗ് ഉപയോഗിക്കാം. ഉദാഹരണമായിട്ട് സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് ഓൺ ദി പാക്കേജ് ഓഫ് സിഗരറ്റ്, സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്നൊക്കെ നമ്മൾ കാണാറില്ലേ. അപ്പൊ അതൊക്കെ നിയമപരമായി കൊടുക്കേണ്ടുന്ന മുന്നറിയിപ്പുകളാണ്. അപ്പൊ അതൊക്കെ ഈ ലേബലിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നു. അപ്പൊ അത്തരത്തില് നിയമപരമായി അറിയിക്കേണ്ട വിവരങ്ങള് ഈ ലേബലിംഗ് വഴി പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് ലേബലിംഗിന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. നോക്കാം. അനദർ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ഓഫ് ലേബലിംഗ് ഈസ് ടു പ്രൊവൈഡ് ഇൻഫോർമേഷൻ റിക്വയർഡ് ബൈ ലോ. അപ്പം പല ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ചും ഉപഭോക്താക്കൾക്ക് ചില വിവരങ്ങൾ നൽകാൻ നിയമപരമായിട്ടുള്ള ബാധ്യതയുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഇൻഫോർമേഷൻസ് നൽകുക എന്നുള്ളത് ഈ ലേബലിംഗിന്റെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആണ്. ഫോർ എക്സാമ്പിൾ, എന്റെ എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് ഓൺ ദി പാക്കേജ് ഓഫ് സിഗരറ്റ് ഓർ പാൻ മസാല, സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്, ഓർ ചൂവിംഗ് ടുബാക്കോ ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. ഇങ്ങനെയൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ എല്ലാം എന്താണ്? നിയമപരമായിട്ട് നൽകേണ്ടുന്ന വിവരങ്ങളാണ്. അപ്പൊ ഇതൊക്കെ ലേബലിംഗിൽ കൂടിയാണ് ഇത് ഉപഭോക്താക്കളെ അറിയിക്കുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് ലേബലിംഗിന്റെ പ്രധാനമായിട്ടുള്ള ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പം സമപ്പ് ചെയ്യുമ്പോൾ ഏതൊക്കെയാണ് ഫങ്ഷൻസ് പറയുന്നത്? പ്രോഡക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ഡിസ്ക്രൈബ് ദി പ്രോഡക്റ്റ്. സെക്കൻഡ്, ഐഡന്റിഫിക്കേഷൻ ഓഫ് പ്രോഡക്റ്റ് ഓർ ബ്രാൻഡ്, ഉൽപ്പന്നത്തെയും അതിന്റെ ബ്രാൻഡിനെയും തിരിച്ചറിയാൻ സഹായിക്കുന്നു. തേർഡ് വൺ, ടു ഐഡന്റിഫൈ ദ മാനുഫാക്ചറർ, ഉൽപാദകനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നു. ഫോർത്ത്, ഗ്രേഡിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു. ഫിഫ്ത്, പ്രൊമോഷൻ ഓഫ് പ്രോഡക്ട്സ്, ഉൽപ്പന്നങ്ങള് അതിന്റെ വിൽപ്പന വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. സിക്സ്, പ്രൊവൈഡിങ് ഇൻഫോർമേഷൻ റിക്വയർഡ് ബൈ ലോ,
അതായത് നിയമപരമായി അറിയിക്കേണ്ട വിവരങ്ങളെല്ലാം നൽകുന്നു. ഇതൊക്കെയാണ് ലേബലിംഗിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് ചെറിയ മാർക്കിന്റെ ലെവലിൽ ചോദിക്കാവുന്നതാണ്. ഭംഗിയായി പഠിക്കണം. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയും മതി. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.